പബ്ലിസിറ്റി സതീശനെ ഹൈക്കോടതി കൊടുന്നത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലീഡ് വാർത്തയാകേണ്ട സംഗതിയാണ്. ഒരു പ്രതിപക്ഷ നേതാവിന്റെ കോടതി കയറ്റം പബ്ലിസിറ്റി മാത്രം മുൻപിൽ കണ്ടാണെന്ന് ഹൈക്കോടതി പറഞ്ഞത് ചെറിയൊരു കാര്യമാണോ? വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. ഈ വാർത്ത മനോരമയും മാതൃഭൂമിയും എങ്ങനെ എടുത്തു എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം മനോരമ തന്നെ എടുക്കാം. ഒന്നാം പേജിൽ പബ്ലിസിറ്റി വാർത്ത ഒന്നുമില്ല. മകരജ്യോതി വാർത്തയും മോദി കേരളത്തിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെയുള്ളൂ. 2, 3, 4, 5 പേജുകളിലും മേൽ പറഞ്ഞ വാർത്ത ഒന്നും തന്നെയില്ല. ആറാമത്തെ പേജിൽ ഏറ്റവും താഴെ 5 കോളം വാർത്ത നൽകി മനോരമ മാതൃകയെ സുഹൃത്തുക്കളെ. വാർത്തയിൽ സതീശന്റെ മാസചിത്രങ്ങൾ ഒന്നും തന്നെയില്ല. ഇതിലെന്ത് മാതൃക എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം എന്നെനിക്കറിയാം. ഇത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്ത 6-ാം പേജിലേക്ക് തള്ളി പ്രാധാന്യം കുറച്ച് കാണിക്കുന്നത് ചെറിയ കാര്യമാണോ? വരും തലമുറയ്ക്ക്, അതായത് ജേർണലിസം ഫീൽഡിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുന്ന തലമുറയ്ക്ക് ചെരുപ്പ് നക്കൽ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നത് മനോരമ പോലുള്ള വമ്പന്മാരല്ലേ? അതൊരു യോഗ്യത തന്നെയല്ലേ? അതുകൊണ്ട് മാതൃക എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. അടുത്തത് നമുക്ക് മാതൃഭൂമി നോക്കാം. മാതൃകയാകുന്നതിൽ മനോരമയേക്കാൾ ഒരു പടി മുമ്പിലാണ് ഞങ്ങളെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് മാതൃഭൂമി. കാരണം ഫ്രണ്ട് പേജിൽ ഒന്നുമില്ല. 8-ാമത്തെ പേജിലേക്ക് സതീശനെ വലിച്ചിട്ടു. 2 കോളം വാർത്തയിൽ ഒതുക്കി മികച്ച മാതൃകയെ ഒരു മൂലയ്ക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കെ ഫോൺ പദ്ധതി അഴിമതിയാണ്, ചൈനീസ് കേബിളുകൾ വാങ്ങിയതിൽ പോലും വലിയ അഴിമതിയാണ് നടന്നത് എന്ന് പറഞ്ഞു. CBI അന്വേഷണം വരെ ആവശ്യപ്പെട്ടു. കോടതിയെ സമീപിക്കും എന്നതായിരുന്നു ലേറ്റസ്റ്റ്. പബ്ലിസിറ്റി സതീശൻ നാഴിക്ക് 40 വട്ടം പറഞ്ഞ ഈ കാര്യങ്ങൾ വാർത്താ ചാനൽ നിരന്തരം ബ്രേക്കിംഗ് കാണിച്ചവരാണ്. ഒരാഴ്ചയിൽ കൂടുതൽ സതീശൻ കെ ഫോൺ വാർത്തകൾ കൊടുക്കാൻ 1, 2, 3 പേജുകൾ മാറ്റിവെച്ചവരാണ്. അവരാണ് പബ്ലിസിറ്റി സതീശനെ ഹൈക്കോടതി ഇട്ട് കുടഞ്ഞപ്പോൾ അത് മുക്കാൻ പെടാപ്പാട് പെടുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, ഇതിലും ഭേദം തെണ്ടി തിന്നുന്നതാണ്.